ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ, പക്ഷെ എത്ര പഠിച്ചാലും തലയിൽ കയറാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അതായത് ചിലപ്പോൾ അവരെ മിസ്റ്റേക്ക് ആവില്ല, അവർ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കൊക്കെ ആവും. അതൊക്കെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ മിസ്റ്റേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ വേണ്ടി പറ്റും. ടൈം ടു സ്റ്റഡി, അതായത് ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും നല്ല ചേർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. മോർണിംഗ് ആൻഡ് നൈറ്റ്, രാവിലെയും രാത്രിയാണ് ബെസ്റ്റ് ടൈം പഠിക്കാൻ. ഏറ്റവും നല്ല സമയം എന്നാൽ രാവിലെയും രാത്രിയും. ബാക്കിയുള്ള സമയമൊക്കെ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലേക്കാരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വർക്കിന് പോയി പഠിക്കണമല്ലൊക്കെ ഉണ്ടാവും. അതായത് ചിലപ്പോൾ സ്കൂളാണെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ള സമയങ്ങൾക്ക് ഉച്ചയ്ക്ക് റിവിഷൻ ചെയ്യാതിരിക്കുക, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പ്രോബിലിറ്റി പലരും ബാക്കിയുള്ള സമയമൊക്കെ എന്താ വെച്ചാൽ സ്കൂളിലേക്കാരും അവർക്ക് എന്താ വെച്ചാൽ റിവിഷൻ ചെയ്യാനും ഒരു നോട്ട്സ് ചെയ്താൽ ബെസ്റ്റ് ടൈം ഫോർ സ്റ്റഡി നൈറ്റ് ആൻഡ് മോർണിംഗ്, രാവിലെ രാത്രി 25 to 30 മിനിറ്റ് നിങ്ങൾ പഠിക്കുക, ബാക്കി 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അതായത് ആ സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ കളിക്കാനോ വേറെ ഒന്നിനും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ആ സമയം വേറെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതാണ് സെക്കൻഡ്. പിന്നെ നിങ്ങൾ 25-30 പ്രാവശ്യം, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, 25 to 30 മിനിറ്റ് പഠിക്കുക, പിന്നെയും 5 മിനിറ്റ് പഠിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക 5 മിനിറ്റ്. പിന്നെ സെറ്റ് ഗോൾ. നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് ആദ്യം ഒന്നും നിങ്ങൾ പേജ് ഒന്ന് മറിച്ച് നോക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്. ചിലപ്പോൾ ചിലവരിപ്പോൾ ഇത്ര പഠിക്കാനുണ്ട് വെച്ചിട്ട് സ്ട്രെസ്സൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ആദ്യം പഠിക്കേണ്ടതെന്നൊരു ധാരണ വേണം. ഈ ഒരു സമയം ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കും. ഇപ്പോൾ ചിലവരുണ്ട് എക്സാമൊക്കെ എടുത്താൽ ഒരു മണിക്കൂർ തന്നെ 4 സബ്ജക്റ്റ് അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു ഇന്ന ടൈമിൽ ഒരു ചാപ്റ്റർ എടുത്താൽ ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ട് വേറെ സബ്ജക്റ്റിലേക്കോ അടുത്ത ചാപ്റ്ററിലേക്കോ പോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് അതിനൊരു ഉപകാരപ്പെടില്ല. അതായത് എക്സാമിന് നിങ്ങൾക്ക് ഓർത്തെടുക്കാനോ ചിലപ്പോൾ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ എക്സ്ട്രീം ലെവലിൽ ഇങ്ങനെ പഠിച്ച് ശീലമായാലൊക്കെ അങ്ങനെ പറ്റും. പക്ഷേ ചിലപ്പോൾ ബിഗിനറായിക്കാണ്ട് പഠിച്ചിട്ട് എത്ര മാർക്കും കിട്ടാത്ത ഒരാൾക്ക് അങ്ങനെ പഠിച്ചാൽ മാർക്ക് കിട്ടണമെന്നില്ല. റൈറ്റ് നോട്ട്. നിങ്ങൾക്ക് റൈറ്റ് നോട്ട് എന്താ വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ ഒരു നോട്ട് ബുക്ക് എന്തായാലും ഉണ്ടാവും. ആ നോട്ട് ബുക്കിന് പുറമെ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് പാടി വാങ്ങുക. അതായത് നിങ്ങളെ ആവശ്യം എന്താ വെച്ചാൽ നിങ്ങളുടേതായ സ്വന്തം ഭാഷയിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട് ചെയ്യുക. അതാണിപ്പോൾ ഞാൻ പറയാമെന്ന്. അതായത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതാണ് ആ നോട്ടിൽ എഴുതേണ്ടത്. അല്ല പിന്നെ ചിലവരുണ്ട് ബുക്കിലെ പോലെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണ ആൾക്കാർ. പക്ഷെ അതിലൊന്നും കാര്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് ആ ബുക്കിൽ എഴുതുക, അതാണ്. അല്ലാതെ വേറെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായതാണ് എഴുതേണ്ടത്. അല്ല പിന്നെ ബുക്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് അത് എഴുതല്ലേ. പിന്നെ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതിൽ കറക്ഷൻ ഉണ്ടോ, അത് കറക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് എന്താ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി ശരിയാക്കാം. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കാന്നൊക്കെ. ചിലവർക്ക് റിവിഷൻ റെഗുലർലി, അതായത് നിങ്ങൾക്ക് ഒരു ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം റിവിഷൻ ചെയ്ത് പിറ്റേ ദിവസം അത് വായിക്കണ്ടെന്നല്ല, പിറ്റേ ദിവസം അത് വായിച്ച് പോകും. പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ആലോചിക്കാം, എന്താ എനിക്കത് ഓർമ്മ കിട്ടുന്നതാണോ ഒന്ന് ആലോചിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ എക്സാമിനൊക്കെ സുഖമായിട്ട് ചെയ്താൽ, എക്സാമിനൊന്നും ഒരു സ്ട്രെസ്സും ഇല്ലാതെ സുഖമായിട്ട് ചെയ്താൽ. ആയിട്ട് ഡിസ്ട്രാക്ഷൻ, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടോ, അതൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ സൈലൻറ്റ് മോഡിലില്ല. അല്ലാതെ നിങ്ങൾ ഒരു 10 മിനിറ്റ് പഠിച്ചാൽ ചിലപ്പോൾ അതിമൊക്കെ ഇങ്ങനെ പോകും. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ വന്നു, ഫേസ്ബുക്കിൽ എന്തോ വന്നു, യൂട്യൂബിൽ എന്തോ വന്നു, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പോകും. പക്ഷെ അങ്ങനെയൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ലാസ്റ്റിക്കൊക്കെ പഠിച്ചവർക്ക് ഉപകാരപ്പെടും യൂട്യൂബൊക്കെ, അല്ലാത്തവർക്കൊന്നും ഉപകാരപ്പെടില്ല. നിങ്ങൾ തന്നെ വായിച്ച് പഠിച്ച. പിന്നെ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടാവും, വെറുതെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഓഫാക്കിയിടുക. അതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഓണാക്കിയിട്ടതിന് പകരം ഓഫാക്കിയിടുക. പിന്നെ കീ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് എക്സാമിനിപ്പോൾ ഏത് നോട്ടാണോ വരുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒക്കെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോൾ ഒക്കെപ്പാടെ പഠിച്ചാണ്ടല്ലോ വെച്ചിട്ട് ലാസ്റ്റ് ഒന്നും പഠിച്ചില്ല. അതായത് കീ പോയിൻറ്റ്സ് എങ്കിലും മിനിമം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അത് നിങ്ങൾക്ക് ഓർത്തെടുക്കാനൊക്കെ സാധിക്കും. പിന്നെ ശരിയായ ഉറക്കമില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉറങ്ങുക. അതായത് 8 to 9 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഉറങ്ങണം. അതായത് സാധാരണ ഒരു മനുഷ്യന് ഉറങ്ങാതെ ഒരു മനുഷ്യനും ഇപ്പോൾ ഇത്ര ലെവലിൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ ഉറങ്ങാത്ത ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും ഉപകാരപ്പെടില്ല. ഉറങ്ങാതെ പഠിച്ചിട്ട് എവിടെ എത്തൂല്ല. നിങ്ങൾക്ക് പഠിച്ചത് ഒരു കാര്യമില്ലാതായി പോകും. അതുകൊണ്ട് ശരിക്കും എല്ലാവരും ഉറങ്ങണത് മസ്റ്റാണ്. അതായത് ഉറങ്ങാതെ ഞാനൊക്കെ എത്രയോ ഉറങ്ങാതെ ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നേക്കാരെ പഠിച്ചത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ശരിക്കും ഉറങ്ങിയാലേ നമ്മളെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടാവും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ശരിക്കും ഉറങ്ങുക. എന്തിനാ പുറപ്പെടാനും ശരിക്കും ഉറങ്ങിയാൽ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റീകോൾ ചെയ്തെടുക്കാൻ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. സ്റ്റേ ഹെൽത്തി. അതായത് നിങ്ങൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അതായത് എപ്പോഴും നിങ്ങൾ ടേബിളിൽ കുപ്പിയിൽ വെള്ളം ഉണ്ടാവണം. എന്താ വെച്ചാൽ നമുക്കൊരു ഇപ്പോഴും ഒരു ചൂട് ഒരു അസ്വസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പഠിക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഉഷാറായിരിക്കുക, അങ്ങനെ പഠിക്കുക. അതാണിപ്പോൾ ചെയ്യാറുള്ളത്. പിന്നെ ഓവറായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ ഓവറായിട്ട് ഫുഡ് കഴിച്ച് പഠിക്കാതിരിക്കണമല്ലോ. അങ്ങനെ പഠിക്കാതിരിക്കുക. അതായത് ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അതായത് അപ്പം തന്നെ ഞാനൊക്കെ അങ്ങനെയാണ് പണ്ട് ഓവറായിട്ടുള്ള ഫുഡൊക്കെ പാടെ കഴിക്കും. എൻ്റെ അമ്മയാണെങ്കിൽ ഉള്ള ഫുഡൊക്കെ പാടെ എനിക്ക് തരും ചെയ്യും. അങ്ങനെ കഴിച്ച് ലാസ്റ്റ് പഠിച്ചലും ഉണ്ടാവില്ല, ഉറങ്ങലും ഉണ്ടാവില്ല. ഉറങ്ങലുണ്ടാവും, ദേഹം പോയിരിക്കും, ഉറങ്ങും. അതന്നെ വേണം. അതുകൊണ്ട് കുറച്ച് രാത്രി ശരിക്കും കഴിക്കണമെന്നില്ല. വൈകുന്നേരമൊക്കെ നിങ്ങൾ നല്ല ഉഷാറായിട്ട് കഴിച്ചു രാത്രി ഫുള്ള് പഠിച്ചായിരിക്കുകയാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. അതായത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. അത് ഫുഡൊക്കെ പാടെ കഴിച്ചിക്കാണ്ട് അങ്ങനെ ഇതാക്കുക. പിന്നെ ആവശ്യമില്ലാത്ത ഫുഡുകളൊക്കെ ഒഴിവാക്കുക. അതായത് നമുക്കിപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ്, ഓയിൽ ഫുഡ് അങ്ങനെയൊക്കെ കഴിച്ചാൽ നമുക്കൊരു പഠിക്കാനുള്ള ഒരു മടുപ്പ് വരും, നമുക്കൊരു ഉഷാറും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരുവിധ ഫുഡുകളൊക്കെ ഒഴിവാക്കുക. ന്യൂട്രീഷൻ ഫുഡ്, അതായത് നിങ്ങൾ നല്ല ചെറിയ ഫിഷാളത്തിലാണ് നല്ല പ്രോട്ടീൻ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഫുഡുകളൊക്കെ ഒരുവിധം നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുക്കാൻ പറയില്ല. ആ 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ വൾക്കും എക്സസൈസൊക്കെ എന്തായാലും ചെയ്യുക. അതായത് നമ്മളെ ബോഡിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എക്സസൈസ് എന്തായാലും ചെയ്യാം. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സപ്പോർട്ട്. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.